അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യം. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചുള്ള വിശദീകരണമാണ്. വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ വചനഭാഗത്തെ 3 ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗം വിതക്കാരൻ്റെ ഉപമ ഈശോ അരുളി ചെയ്യുന്നു. 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് വിതക്കാരൻ്റെ ഉപമയാണ്. 2-ാം ഭാഗം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇതാ ഈശോ ഉപമകളുടെ ഉദ്ദേശം എന്താണ് എന്ന് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നു. 3-ാം ഭാഗം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഉപമയുടെ വിശദീകരണമാണ്. ഈശോ പറഞ്ഞ ഉപമയുടെ വിശദീകരണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ 3 ഭാഗമായിട്ട് തിരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യ ഭാഗം ഈശോ പറയുന്ന വിതക്കാരൻ്റെ ഉപമ, 2-ാം ഭാഗം ഉപമകളുടെ ഉദ്ദേശം, 3-ാം ഭാഗം ഉപമയുടെ വിശദീകരണം. ഇങ്ങനെ 3 ഭാഗമായി തിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ 3 വിഭാഗങ്ങളിൽ അതിൻ്റെ 2-ാം ഭാഗത്ത് അവസാന വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ദൈവജനത്തോട് ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വിവരിച്ചു കൊടുത്തത്, ഉപമകളിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചത് അവർ കാണാതിരിക്കുന്നതിനും ഗ്രഹിക്കാതിരിക്കുന്നതിനും രക്ഷ പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് ഇതാ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇത് തീർച്ചയായും നമുക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു വചനമാണ്. കാരണം ഈശോ ഉപമകളിലൂടെ ദൈവജനത്തോട് സംസാരിച്ചതിൻ്റെ കാരണം, ഉപമകളിലൂടെ ദൈവജനത്തോട് ദൈവരാജ്യ രഹസ്യങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം അവർ കണ്ടിട്ടും കാണാതിരിക്കുക, കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുക, അങ്ങനെ മനസ്സു തിരിഞ്ഞ് രക്ഷ പ്രാപിക്കാതിരിക്കുക എന്നാണ് എന്ന് ഇതാ ഈ വചനഭാഗം, ഈ വാക്യം നമ്മോട് പറയുകയാണ്. സ്വാഭാവികമായി നമുക്ക് തീർച്ചയായും ഈ വചനം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു പലവിധ കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം ഇതാണ്: സാധാരണഗതിയിൽ ഉപമകൾ പറയുന്നതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ്? ഉപമ പറയുന്നതിൻ്റെ ലക്ഷ്യം, ഉപമ പറയുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഉപമകൾ പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ പൊതുവെ പറഞ്ഞാൽ ഉദാഹരണങ്ങൾ പറയാറുണ്ട്, സംഭവങ്ങൾ പറയാറുണ്ട്, കഥകൾ പറയാറുണ്ട്, അനുഭവങ്ങൾ പറയാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒരു പ്രസംഗം പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വ്യക്തി അദ്ദേഹം വ്യക്തമാക്കുന്ന ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ സംഭവങ്ങളോ കഥകളോ അനുഭവങ്ങളോ ഉദാഹരണങ്ങളോ ഈ ആശയങ്ങൾക്കിടയിൽ പറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? കേൾവിക്കാരന് താൻ പറയുന്ന ആശയങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടി, മനസ്സിലാകുന്നതിന് വേണ്ടി കഥയോ ഉദാഹരണമോ അനുഭവമോ തീർച്ചയായും ഏത് പ്രസംഗത്തിലും പ്രസംഗിക്കുന്ന വ്യക്തി ഉപയോഗിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഒരു പ്രസംഗം പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വ്യക്തി, ആ വ്യക്തി താൻ പറയുന്ന ആശയങ്ങൾ കേൾവിക്കാരിക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി, മനസ്സിലാകുന്നതിന് വേണ്ടി കഥകളോ ഉപമകളോ ഉദാഹരണങ്ങളോ സംഭവങ്ങളോ അനുഭവങ്ങളോ പ്രസംഗത്തിനിടയിൽ
ഇതാ പറയുന്നു. ഇത് നമ്മളുടെയൊക്കെ അനുഭവമുള്ള കാര്യമായിരിക്കും. നമ്മൾ എവിടെയെല്ലാം പ്രസംഗം കേട്ടിട്ടുണ്ട്, ആ പ്രസംഗങ്ങളിലൊക്കെ സാമാന്യഗതിയിൽ അനുഭവങ്ങളും കഥകളും ഒക്കെ എന്തിനു വേണ്ടിയാണ്? പറയുന്ന ആശയം വളരെ വ്യക്തതയോടെ വളരെ ശക്തമായി മനസ്സിലാകുന്നതിനും ഗ്രഹിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് സാധാരണഗതിയിൽ പ്രസംഗങ്ങൾക്കിടയിൽ കഥ പറയുന്നതോ ഉപമ പറയുന്നതോ ഉദാഹരണം പറയുന്നതോ അനുഭവങ്ങൾ പറയുന്നതോ ഒക്കെ. പക്ഷേ ഇവിടെ ഇതാ ഈശോ പറയുന്നു, ദൈവജനത്തോട് ഉപമകളിലൂടെ സംസാരിച്ചത് അവർക്ക് കാര്യം ഗ്രഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അവർ കാര്യം മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അവർ രക്ഷ പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ഈശോ ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഉപമ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഈശോ പറയുന്നു, ഉപമയിലൂടെ അവരോട് സംസാരിച്ചത് അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. ഇതാണ് ഒന്നാമതായി ഈ വാക്യം നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. രണ്ടാമതായി ഇവിടെ പറയുന്ന വാചകം, അതിൻ്റെ അവസാന വാക്ക് ഇങ്ങനെയാണ്, അവർ രക്ഷ പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അഥവാ അവർ മോചനം പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈശോ ഉപമകളിലൂടെയൊക്കെ സംസാരിച്ചത് ദൈവജനം രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ? അവരെയെല്ലാം നിത്യനാശത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയാണോ? അവരെ നിത്യശിക്ഷയ്ക്ക് വിധേയരാക്കാൻ വേണ്ടിയാണോ? ഒരിക്കലും അങ്ങനെയാകില്ല എന്ന് നമുക്കറിയാം. കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ മനുഷ്യരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടെയാണ്. ഈശോ ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത്, ദൈവപുത്രൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചത്, സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചത്, 3 വർഷം പരസ്യജീവിതം നയിച്ചത്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം പ്രവർത്തിച്ചത്, വചനം പ്രസംഗിച്ചത്, ഏറ്റവും ഒടുവിൽ അതികഠിനമായ സഹനങ്ങൾ ഏറ്റെടുത്ത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കഠോരമായ പീഡകൾ അനുഭവിച്ച് കുരിശിൽ യാഗമായി ബലിയായി മാറിയതും 3-ാം ദിവസം ഉത്ഥാനം ചെയ്തതും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ ആഗമനത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും മനുഷ്യരക്ഷയായിരിക്കെ മനുഷ്യരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഈ ഭൂമിയിൽ പിറന്ന, ജീവിച്ച, മരിച്ച, ഉദ്ധാനം ചെയ്ത കർത്താവ് ഈശോ മിശിഹ ഇവിടെ ഇപ്രകാരം പറയുമ്പോൾ, അവർ രക്ഷ പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരോട് ഉപമകളിലൂടെ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് സാമാന്യഗതിയിൽ ഒരു വായനക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം ഈശോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് തിരിച്ചറിയുക, ഈശോ ഈ വചനം പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ്. ഈശോ പറയുന്ന ഇതേ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. 6-ാം അധ്യായം 9-10 വാക്യങ്ങളിലായി നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്? അത് ഇപ്രകാരമാണ്. യെശയ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്: പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. ഇതാണ് ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനോട് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യങ്ങളിലാണ് നമ്മൾ ഈ വചനം വായിക്കുന്നത്. ദൈവജനത്തിൻ്റെ അടുത്ത് അരുളപ്പാട് നൽകാൻ വേണ്ടി ദൈവം പറഞ്ഞയക്കുന്ന, ദൈവീകമായ അരുളപ്പാട് പറയാൻ വേണ്ടി പറഞ്ഞയക്കുന്ന, അല്ലെങ്കിൽ പ്രവചനങ്ങൾ നടത്താൻ വേണ്ടി പറഞ്ഞയക്കുന്ന, ദൈവം പറഞ്ഞയക്കുന്ന യെശയ്യാ പ്രവാചകനോട് ദൈവം പറയുന്ന കാര്യം ഇതാണ്: നീ ദൈവജനത്തോട് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന യെശയ്യാ പ്രവാചകനോട് ദൈവം പറയുന്ന വാക്കുകളാണിത്. പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും
ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഈശോ പറയുന്ന വചനം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യം. ഈ രണ്ട് സ്ഥലത്തും, രണ്ട് ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്ന വചനം ഏകദേശം ഒരേ ആശയം തന്നെയാണ് വ്യക്തമാക്കുക. നമുക്ക് ആകപ്പാടെ ആശയക്കുഴപ്പമുണ്ടാകുന്ന വചനമാണ് ദൈവജനത്തോട് വചനം പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഈശോ ഉപമകളിലൂടെ പ്രസംഗിക്കുന്നത് ദൈവജനം രക്ഷ പ്രാപിക്കാതിരിക്കാനാണോ? നമുക്ക് നോക്കാം എന്താണ് ഈ വചനത്തിന്റെ അർത്ഥമെന്ന്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന വചനത്തിന്റെ, അതുപോലെ ഈശോ പറയുന്ന വചനത്തിന്റെ, ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: ഹെബ്രായ ഭാഷ ശൈലി ഒന്ന് തിരിച്ചറിയുക എന്നുള്ളത്. ഹെബ്രായ ഭാഷാ ശൈലി, ബൈബിൾ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് ഹെബ്രായ ഭാഷയിലാണ്, ഹെബ്രായ ഗ്രീക്ക് ഭാഷകളിലാണ് അത് ആദ്യമായിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. ഹെബ്രായ ഭാഷ ശൈലി ഒന്ന് നമ്മൾ ആരംഭത്തിൽ മനസ്സിലാക്കണം. ഹെബ്രായ ഭാഷ ശൈലിയുടെ ഒരു സവിശേഷത, ഒരു പ്രത്യേകത, അത് മനസ്സിലാക്കിയാലേ ഈ വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഹെബ്രായ ഭാഷ ശൈലിയുടെ ഒരു പ്രത്യേകത ഇപ്രകാരമാണ്: ഒരു കാര്യത്തിൻ്റെ പരിണിത ഫലം അതിൻ്റെ ലക്ഷ്യം എന്ന പോലെ അവതരിപ്പിക്കുക എന്നുള്ളത് ഹെബ്രായ ഭാഷ ശൈലിയാണ്. ഒരു കാര്യത്തിൻ്റെ പരിണിത ഫലം, സംഭവിക്കാൻ പോകുന്നതെന്തോ ആ കാര്യം, അതിൻ്റെ ലക്ഷ്യമെന്ന പോലെ, പറയുന്നതിൻ്റെ ഉദ്ദേശം, പറയുന്നതിൻ്റെ ലക്ഷ്യം, സംഭവിക്കാൻ പോകുന്നതെന്തോ ആ കാര്യമാണ് എന്നതുപോലെ അവതരിപ്പിക്കുന്നത് ഹെബ്രായ ഭാഷയുടെ ഒരു ശൈലിയാണ്, ഹെബ്രായ രീതിയാണ്, ഒരു ശൈലിയാണ്, ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഹെബ്രായ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല. മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാൻ ശ്രമിക്കാം. ഒരുപക്ഷെ ഇതിനോട് 100% ചേർന്ന് പോകുന്ന ഉദാഹരണം ആകണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ ഒരു ശൈലി, ഒരു കാര്യത്തിൻ്റെ പരിണിത ഫലത്തെ അതിൻ്റെ ലക്ഷ്യമെന്ന പോലെ അവതരിപ്പിക്കുന്ന ഒരു രീതി, ഒരു ശൈലി പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലില്ല. എങ്കിലും ചിലപ്പോഴൊക്കെ അതിൻ്റെ ചില രൂപഭാവങ്ങൾ, ചില വകഭേദങ്ങൾ നമ്മുടെ ഭാഷയിലും കടന്നു വരാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരാൻ ശ്രമിക്കാം. ഒരു അമ്മയുടെ മകൻ വല്ലാത്ത വഴക്കാളിയാണ്, എല്ലാതരം ദുശീലങ്ങളും ഉണ്ട്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ദുഷിച്ച കൂട്ടുകെട്ടുകൾ, മറ്റുള്ള എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളും ഉണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളുള്ള ഈ മകൻ ഒന്ന് നന്നായി വരാൻ വേണ്ടി, നേരെയാകാൻ വേണ്ടി, ഒരു നന്മയുടെ ജീവിതം നയിക്കാൻ വേണ്ടി ഈ മകൻ്റെ അമ്മ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അവനെ ഉപദേശിക്കുന്നുണ്ട്, സാധിക്കുന്ന വ്യക്തികളെ കൊണ്ടൊക്കെ അവനെ ഉപദേശിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഈ മകൻ തോന്നിയ പോലെ ജീവിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും അതുപോലെ ദുഷിച്ച കൂട്ടുകെട്ടും ഒക്കെയായി ഇവനിങ്ങനെ തോന്നിയ പോലെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ മനസ്സ് മടുത്ത് ഈ മകനോട് പറയാണ്, നീ നശിച്ചു പോകത്തേ ഉള്ളൂ. ഈ അമ്മ എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് ഈ മകൻ രക്ഷപ്പെടുന്നില്ല, ഈ മകൻ നേരായ വഴിയിലേക്ക് തിരിച്ചു വരുന്നില്ല, അവൻ നന്നാകുന്നില്ല. മനസ്സ് മടുത്ത് അമ്മ പറയാണ്, നീ നശിച്ചു പോകത്തുള്ളൂ. സത്യത്തിൽ ഈ അമ്മ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അമ്മ പറഞ്ഞതിൻ്റെ ലക്ഷ്യം, അമ്മ പറയുന്നതിൻ്റെ ഉദ്ദേശം അവൻ നശിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ? അല്ല. തീർച്ചയായിട്ടും അമ്മയുടെ ആഗ്രഹം അവൻ തിരിച്ചു വരണമെന്നാണ്, അവനൊരു മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കണമെന്നാണ്, അവൻ നേരായ മാർഗത്തിലേക്ക്, നന്മയിലേക്ക് തിരികെ വരണം എന്ന ആഗ്രഹമാണ് അമ്മയ്ക്കുള്ളത്. പക്ഷെ അമ്മ ഇവിടെ പറയണത് എന്താ? നീ നശിച്ചു പോകത്തുള്ളൂ. നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് മകനോട് പറയുമ്പോഴും, അല്ലെങ്കിൽ ഒരു പക്ഷെ അത് മനസ്സിൽ ഇങ്ങനെ ഓർത്താൽ ആരെങ്കിലോട്, മറ്റു വ്യക്തികളോട് എൻ്റെ മോൻ നശിച്ചു പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴും അമ്മയുടെ ആഗ്രഹം മകൻ നശിച്ചു പോകണമെന്നല്ല, നേരെ മറിച്ച് അവൻ തിരിച്ചു വരണമെന്ന് തന്നെയാണ്. പക്ഷെ അമ്മ ഇവിടെ പറയുന്നത് നശിച്ചു പോകണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഈ ഒരു ഉദാഹരണത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന വചനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഒരു കാര്യത്തിൻ്റെ പരിണിത ഫലത്തെ അതിൻ്റെ ലക്ഷ്യമെന്ന പോലെ അവതരിപ്പിക്കുക. ദൈവം ഇവിടെ പറയുന്ന, യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്ന വാചകം ഒരിക്കൽ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ, ഇതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യെശയ്യാ പ്രവാചകനോട് ദൈവം പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. അതിൻ്റെ ആശയം ഇതാണ്, അതിൻ്റെ അർത്ഥം ഇതാണ്: നീ ദൈവജനത്തോട് പ്രസംഗിക്കുക. പക്ഷെ നീ എന്തുമാത്രം പ്രസംഗിച്ചാലും, എന്തുമാത്രം ദൈവജനം ഇത് കേട്ടാലും
അവര് അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. അവരത്ര പെട്ടെന്നൊന്നും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. അവരവരുടെ ഹൃദയത്തെ പിന്നെയും 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 കഠിനമാക്കും. ഇങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ ഹൃദയം കഠിനമായ അവസ്ഥയിൽ അവസാനം രക്ഷ അസാധ്യമാവുകയും ചെയ്യും. സത്യത്തിൽ ദൈവം യെശയ്യാ പ്രവാചകനെ പറഞ്ഞു വിടുന്നത് ദൈവജനത്തോട് പ്രസംഗിച്ച് ദൈവജനം മാനസാന്തരപ്പെട്ട് അനുതപിച്ച് തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടെയാണ്. ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകനെ പറഞ്ഞു വിടുന്നത്. ഈ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് പ്രസംഗിക്കാൻ പറയുന്നത്. പക്ഷേ എത്രമാത്രം പ്രസംഗിച്ചാലും എത്രമാത്രം വചനം അരുളി ചെയ്താലും പ്രവചനങ്ങൾ നടത്തിയാലും സൗഖ്യങ്ങൾ പ്രവർത്തിച്ചാലും അത്ഭുതങ്ങൾ നടത്തിയാലും ഈ ദൈവജനം വീണ്ടും വീണ്ടും കേട്ടാലും ഗ്രഹിക്കാത്ത, വീണ്ടും വീണ്ടും കണ്ടാലും കാണാത്ത, വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ പറ്റാത്ത, അങ്ങനെ ഹൃദയത്തെ എന്ന് വെച്ചാൽ വചനത്തെ തിരസ്കരിച്ച് 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 ഹൃദയത്തെ കഠിനമാക്കി അവസാനം രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനമാക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവജനം പോകാനുള്ള സാധ്യതയാണ് ഇവിടെ യെശയ്യാ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയുന്നത്. എന്ന് വെച്ചാൽ വചനത്തോട് മറുതലിച്ച് നിൽക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവിക വചനങ്ങളോട് മറുതലിച്ച് നിൽക്കുന്ന, അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമല്ല എന്ന കാര്യമാണ് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പറയുന്ന വചനത്തിൻ്റെ ആശയം ഇത് തന്നെയാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, 40 വർഷങ്ങൾ തുടർച്ചയായി പ്രവാചകൻ വചനം പ്രസംഗിച്ചിട്ടും ദൈവിക അരുളപ്പാടുകൾ നൽകിയിട്ടും പ്രവചനങ്ങൾ നടത്തിയിട്ടും ഇതാ ദൈവജനം തിരിച്ചു വരാൻ തയ്യാറാകുന്നില്ല. അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവര് കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാൻ തയ്യാറാകുന്നില്ല. ഹൃദയം ഇങ്ങനെ കഠിനമായി 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 അവസാനം രക്ഷ പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം കഠിനമാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ദൈവജനം പോവുകയാണ്. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ അനുഭവം. നമുക്കറിയാം, ഈ വചനം കടമെടുത്തിട്ടാണ്, ഈ വചനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഈശോ ഇവിടെ ദൈവജനത്തോട് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വചനം, അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ അവരോട് ഉപമയിലൂടെ അരുളി ചെയ്യുന്നത് എന്ന ഈശോയുടെ വചനം. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തലം നമുക്കറിയാം. പശ്ചാത്തലം ഇതാണ്. ഈശോ പറയുന്ന ഉപമ വിതക്കാരന്റെ ഉപമയാണ്. എന്താണ് വിതക്കാരന്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത്? ഇതാ വിതക്കാരൻ വചനം വിതയ്ക്കുന്നു, പല സ്ഥലത്തായി അത് വന്ന് വീഴുന്നു. വഴിയരികിൽ വീണ വിത്ത് അത് പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നു. അതുപോലെ പാറപ്പുറത്ത് വീണ വിത്ത് അത് പൊട്ടിമുളച്ചെങ്കിലും അത് ചെടിയായി മാറിയെങ്കിലും വെയിലുദിച്ചപ്പോൾ കരിഞ്ഞു പോകുന്നു. കാരണം ആഴമില്ലാത്തത് കൊണ്ട്, പാറപ്പുറത്തായതുകൊണ്ട് വേരുകൾക്ക് ആഴമില്ലാത്തത് കൊണ്ട്. മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ഇതുപോലെ വളർന്നു വരുന്നുണ്ട്, പക്ഷെ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. നല്ല നിലത്ത് വീണ വിത്ത് ഇതാ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. പിന്നീട് ഈശോ പറയുന്നുണ്ട്, ഈ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനമാകുന്ന വിത്ത്, ദൈവമാകുന്ന കർഷകൻ മനുഷ്യന്റെ ഹൃദയമാകുന്ന വിളഭൂമിയിൽ വിതയ്ക്കുന്നു. എൻ്റെയും നിങ്ങളുടെ ഹൃദയമാണ് വിളഭൂമി. ഈ വിളഭൂമിയിലേക്ക് ഇതാ ദൈവമാകുന്ന ഈശോ എന്ന കർഷകൻ വചനം എന്ന വിത്ത് വിതയ്ക്കുന്നു. ഇത് നമ്മുടെ ഹൃദയമാകുന്ന വിളഭൂമിയിൽ വന്ന് വീഴുന്നു. പക്ഷെ നമ്മുടെ ഹൃദയം ഏത് തരം വിളഭൂമിയാണ്? ഒരുപക്ഷെ വഴിയരികു പോലെയാകാം, ഒരുപക്ഷെ പാറപ്പുറം പോലെയാകാം, ഒരുപക്ഷെ മുള്ളുകൾ തിങ്ങി വളരുന്ന സ്ഥലമാകാം, ഒരുപക്ഷെ നല്ല നിലമാകാം. ഞാൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഫലം പുറപ്പെടുവിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഉപമ അരുളി ചെയ്യുന്ന കാലഘട്ടത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലുമുണ്ട് ഈ പറഞ്ഞ 3-4 വിഭാഗം ആളുകൾ. ചിലർ അതിനെ സ്വീകരിക്കുന്നേ ഇല്ല, അവരതിനെ കേൾക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സാത്താൻ വന്ന് അവരിൽ നിന്ന് വചനം എടുത്തു മാറ്റുന്നു. ചില വ്യക്തികൾ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അതിന് ആഴമില്ല, പെരിഫറലായ ഒരു ഉപരിപ്ലവമായ തലത്തിൽ മാത്രം അത് നിൽക്കുകയാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ അവർ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാതെ വചനത്തെ ബലികഴിക്കുന്നു, സുവിശേഷ മൂല്യങ്ങളെ ബലികഴിക്കുന്നു. ഇതുപോലെ തന്നെ മുള്ളുകൾക്കിടയിൽ വീഴുന്ന പോലത്തെ അവസ്ഥ, ജഡത്തിന്റെ ആസക്തികൾ, അല്ലെങ്കിൽ ലൗകിക ചിന്തകൾ, അതല്ലെങ്കിൽ ലോകമോഹങ്ങൾ, ഇതൊക്കെ വന്ന് ഈ വചനത്തെ അങ്ങോട്ട് ഞെരുക്കിക്കളയുന്നു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്തുണ്ട്. എന്ത് ത്യാഗം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും വചനത്തെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആവാഹിച്ച് വചനമനുസരിച്ച് ജീവിച്ച് വചനം പങ്കുവെച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചുരുക്കം ചിലർ. ഇത് ആ കാലഘട്ടത്തിലും ഉണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്.
അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ഈ ഒരു വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന വചനത്തെ ആധാരമാക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നത്: കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല, മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കുന്നുമില്ല, അല്ലെങ്കിൽ പ്രാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ ഉദ്ദേശം നമ്മളെല്ലാവരും മോചനം പ്രാപിക്കുക, നമ്മളെല്ലാം രക്ഷപ്പെടുക എന്ന് തന്നെയാണ്. പക്ഷേ വചനത്തോട് മറുതലിച്ച് നിന്നാൽ, വീണ്ടും 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 മറുതലിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെടുക. ഈശോയുടെ അനുഭവം നമുക്കറിയാം. ഈശോയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന തിരസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കുറിച്ച് വെക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:11 നമ്മൾ വായിക്കുന്നു: അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് തന്നെയാണ് അപ്പസ്തോലന്മാർക്ക് നേരിടേണ്ടി വന്നത്. ഇത് തന്നെയാണ് വചനപ്രഘോഷകർക്ക് ആദ്യകാലത്ത് പ്രത്യേകിച്ചും നേരിടേണ്ടി വന്നത്. ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും. അപ്പൊ പ്രിയപ്പെട്ടവരെ ഓർക്കുക, പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരം പറയുന്നുണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഠിനമായ തിരസ്കരണത്തെ കുറിച്ചൊക്കെ. അപ്പോൾ വചനത്തെ സ്വീകരിക്കാൻ തയ്യാറാകാത്തവർക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തമാണ് ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പായിട്ട് നൽകുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനഃപൂർവ്വം ദൈവജനത്തെ നിരന്തരം തിരസ്കരിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പും സൂചനയുമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ഇതേ വചനം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മർക്കോസിന്റെയും ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ഒരല്പം വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഗ്രഹിക്കാൻ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ്, 13 മുതൽ 15 വരെ: അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ച് കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയതനുസരിച്ച് ഉപമകളുടെ ലക്ഷ്യമല്ല, മറിച്ച് ഫലമാണ് ഇവിടെ തിരസ്കാരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വചനം സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനതയാണ് നമ്മൾ. ഒരുപക്ഷെ ലോകത്തൊരിടത്തും ഈ കേരളം പോലെ, മലയാള നാട് പോലെ ഇത്രയും വചനം വെച്ച് വിളമ്പപ്പെട്ടൊരു ദേശമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും കാണുമോ ഇത്രത്തോളം വചന വിരുന്ന് ദൈവം വെച്ച് വിളമ്പിയ മറ്റൊരു നാട്, മറ്റൊരു ദേശം, മറ്റൊരു ജനത ലോകത്തെവിടെയെങ്കിലും കാണുമോ? സാധ്യത വളരെ കുറവാണ്. എൻ്റെ അറിവ് വളരെ പരിമിതമാണെങ്കിലും അറിവുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പറയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഇതുപോലെ വചന വിരുന്ന് ദൈവം വെച്ച് വിളമ്പിയ മറ്റൊരു ദേശമില്ല, മറ്റൊരു നാടില്ല, മറ്റൊരു ജനതയില്ല. എത്രമാത്രം 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 വചന പ്രഘോഷകർ, എത്രമാത്രം വചന ശുശ്രൂഷകർ, എത്രമാത്രം ധ്യാന മന്ദിരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുമാത്രം വചനം നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. കണ്ണാലെ കാണുന്ന മഹാ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ ഓരോ ദിവസവും കാണാനും കേൾക്കാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. എന്നിട്ടും നമ്മളുടെ ജീവിതം വചനം അനുസരിച്ചുള്ളതാണോ? ചിലപ്പോഴൊക്കെ ചില ചെറുപ്പക്കാരോടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകാത്തതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, എന്തിനാ പള്ളിയിൽ പോയിട്ട്? എൻ്റെ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്. എന്നിട്ട് അവർ പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്നും തല്ലാണ്, ബഹളമാണ്. അപ്പം പിന്നെ ഞങ്ങൾ പോയിട്ട് എന്താ കാര്യം? ഇങ്ങനെ എന്നും പള്ളിയിൽ പോയിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ തമ്മിൽ ഭേദം പോകാതിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുന്ന ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ അവർ പറയുന്നതിൽ ശരിയുണ്ട് ഇല്ലേ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം. എന്നും പള്ളിയിൽ പോയിട്ടും, എന്നും വചനം കേട്ടിട്ടും, എന്നും വചനം വായിച്ചിട്ടും, എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ടും നമുക്കെന്താ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റാത്തത്? പ്രിയപ്പെട്ടവരെ, വചനം ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ, ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ ഹൃദയം കഠിനമായാൽ രക്ഷ പിന്നീട് അസാധ്യമായി തീരും. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.